നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് പുതിയ ഷേപ്പിലുള്ള ഒരു ഫോർച്യൂണർ കിട്ടിയിട്ടുണ്ട്. 2017 മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പുള്ള 4x2 ഓട്ടോമാറ്റിക്കിലുള്ള നല്ലൊരു വൈറ്റ് കളറിലുള്ള DL രജിസ്ട്രേഷനിലുള്ള ഒരു കിടിലൻ വാഹനം കേട്ടോ. അപ്പോൾ 1,15,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ഫുൾ ത്രൂ ഔട്ട് ടൊയോട്ട ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ നിന്ന് സർവീസ് ചെയ്തിട്ടുള്ള വാഹനം കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ളൊരു വാഹനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏതായാലും ഇന്ന് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഈ ഒരു വാഹനം തന്നെ പരിചയപ്പെടുത്താൻ വിചാരിച്ചിട്ടുള്ളത്. ഓവറോൾ എന്താ പറയുക, മൊത്തത്തിൽ നല്ലൊരു അടിപൊളി കണ്ടീഷനാണ്. നല്ല ടയർ വാങ്ങലുണ്ട്, നല്ല മെക്കാനിക്കൽ വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ബോഡി വൈസ് ആണെന്നുണ്ടെങ്കിലും നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ മെറ്റൽ പാർട്ടിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു എൽക്കോമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് യാതൊരു റീപെയിൻറ്റോ കാര്യങ്ങളോ കയറിയിട്ടില്ല. അത് ഞാൻ എടുത്തു പറയുകയാണ്, കാരണം ഇങ്ങനത്തെ വണ്ടികൾ കിട്ടൽ വളരെ അപൂർവമാണ്. കാരണം റീപെയിൻറ്റ് കയറാത്ത വണ്ടി, ബമ്പറിൻ്റെ മുകളിൽ ചിലപ്പോൾ റീപെയിൻറ്റ് കയറിയിട്ടുണ്ടാവും. ഏതായാലും അത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഏതായാലും കാഴ്ചയിൽ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു റീപെയിൻറ്റ് ചെയ്ത പോലെ തോന്നുന്നില്ല, കാരണം ആ ഒരു മെറ്റാലിക് പാർട്ടിക്കിൾസൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റീപെയിൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി മെറ്റൽ പാർട്സിൻ്റെ മുകളിൽ ഇപ്പോൾ ബോണറ്റ് ആണെന്നുണ്ടെങ്കിലും ഫെൻഡർ ആണെന്നുണ്ടെങ്കിലും ഡോഴ്സ്, അതേപോലെ തന്നെ ക്വാർട്ടർ പാനൽ, റൂഫ് എല്ലാം ഒറിജിനൽ പെയിൻ്റാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവും, ഡൽഹിയിൽ റീപെയിൻറ്റ് അല്ലെങ്കിൽ ടച്ചപ്പ് ചെയ്യാത്ത വണ്ടി കിട്ടുമെന്നുള്ള കാര്യം. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോയ്ക്കകത്ത് നമ്മുടെ എൽക്കോമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്ന ഭാഗം കൂടി ഒന്ന് ഫാസ്റ്റായിട്ട് കാണിച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും വിശ്വാസമാവും. കുറേ ആളുകൾ അങ്ങനത്തെ ആ ഒരു സംശയം ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏതായാലും വീഡിയോയ്ക്കകത്തൊന്ന് കാണിക്കാൻ വിചാരിച്ച്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനമാണെങ്കിലും സ്കാൻ ചെയ്ത സമയത്താണെങ്കിലും യാതൊരു എറർ കോഡും ഈ ഒരു വാഹനത്തിൻ്റെ മുകളിലില്ല. ഫുൾ പക്ക ക്ലീൻ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ സ്കാൻ ചെയ്തതിൻ്റെ അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും അതും കൂടി ഞാൻ ഏതായാലും ഉൾപ്പെടുത്തി കാണിച്ചു തരാം. 129. ഇപ്പം ബോണറ്റൊക്കെ നോക്കുന്ന സമയത്ത് 4 കോർണറിൽ നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു 1-2 ഭാഗത്ത് മാത്രം കാണിച്ചു പോകുന്നു. 126 മൈക്രോൺ ആണ്. ഇതൊക്കെ ഒറിജിനൽ പെയിൻ്റ് ആണ്. ഇപ്പോൾ കൂടുതലായിട്ട് പിന്നെ ടച്ചപ്പ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഫെൻഡറിൻ്റെ ഈ ഭാഗങ്ങളിലാണ്. കണ്ട, ഇവിടെ പോലും 131 ഒറിജിനൽ പെയിൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ 129, 132. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബോട്ടം ഏരിയയിൽ ഡോറിൻ്റെ അടിഭാഗത്തൊക്കെ ടച്ചപ്പ് വരാറുണ്ട്. 127, 142, 128, 116. ഇതെല്ലാം ഒറിജിനൽ പെയിൻ്റ് ആണ് കേട്ടോ. 121, 121, 117. പിന്നെ ഈ ബമ്പർ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, കാരണം ഫൈബർ പാർട്ടിൻ്റെ മുകളിൽ ചെക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡിക്കി 115, 126, 124. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലെ ക്വാർട്ടർ പാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 122, 135, 140, 114, 125, 126, 140. ഈ ഒരു ഏരിയ കൂടി നോക്കട്ടെ. 121. ഇനി നമുക്ക് റൂഫും കൂടി നോക്കാം. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ നോക്കി. 117. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും മെറ്റൽ പാർട്ടിൻ്റെ മുകളിലും ഒറിജിനൽ പെയിൻ്റ് ആണുള്ളത്. ഇതിൻ്റെ എൻജിൻ റൂമും കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേയായിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഭാഗത്തെ പെയിൻറ്റും ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻസൈഡിലെ പെയിൻറ്റ്സ് പോലും ചെക്ക് ചെയ്യാറുണ്ട്. കാരണം ഈ ഉള്ളിൽ പില്ലറിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും വർക്ക് എടുത്തിട്ടുള്ള അവിടെ റീപെയിൻറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ പെയിൻറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് കുറേ ഉണ്ട്. ഇപ്പം ഈ ഒരു റേഡിയേറ്റർ സപ്പോർട്ട്, അതേപോലെ തന്നെ ഈ ഒരു ആപ്രോൺ ഏരിയ, ബോണറ്റിൻ്റെ അടിഭാഗം, ഇപ്പം ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ റീപെയിൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കണം. 90. കാരണം ഈ ഒരു ഇന്നർ ഏരിയക്കകത്ത് ഔട്ടറിനേക്കാളും കുറച്ച് തിക്നെസ്, നമുക്ക് പെയിൻറ്റ് തിക്നെസ് കുറവായിരിക്കും. ഇതെല്ലാം ഒറിജിനൽ പെയിൻ്റാണ്. 60. ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആണ് നമുക്ക് നോക്കാൻ പറ്റുക. 58. ഇതെല്ലാം ഒറിജിനൽ പെയിൻ്റാണ്. അപ്പോൾ ഏതായാലും നമ്മൾ എഞ്ചിൻ റൂം തുറന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കാം.
ഇതൊക്കെ ഡസ്റ്റ് ആട്ടോ. അപ്പോൾ ഇവിടെ വരെ ഞാൻ പെയിൻറ്റ് ചെക്ക് ചെയ്യുന്നു. പെയിൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒറിജിനൽ പെയിൻറ്റ് ആണുള്ള റീപെയിൻറ്റഡ് അല്ല. ഇതിൻ്റെ ബാറ്ററി ആണെന്നുണ്ടെങ്കിലും 2025 ബാറ്ററിയാണ്. ജസ്റ്റ് 1 ഇയർ മാത്രമേ പഴക്കമായിട്ടുള്ളൂ. അതുപോലെ തന്നെ എഞ്ചിനകത്തൊന്നും അബ്നോർമലായിട്ട് നോയ്സോ ഓയിൽ ലീക്കേജോ അതുപോലെ തന്നെ മറ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ബോണറ്റ് ആണെന്നുണ്ടെങ്കിലും ഒറിജിനൽ ബോണറ്റാണ്, റീപ്ലേസ്ഡ് അല്ല കേട്ടോ. കമ്പനി സ്റ്റോക്കായിട്ട് വന്നിട്ടുള്ള ബോണറ്റാണ്. ഈ പെയിൻറ്റ് ടെസ്റ്റിംഗ് എല്ലാം കൂടി കാണിച്ചപ്പോഴത്തേക്കും വീഡിയോ കുറേ നീണ്ടു പോയിട്ടുണ്ടെന്ന് അറിയാം. എന്നാലും നമ്മൾ ജെനുവിനായിട്ട് ഇപ്പോൾ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇങ്ങനത്തുള്ള ഈ ഒരു സംഭവങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കൺഫ്യൂഷൻസോ കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജസ്റ്റ് ടൈം പാസിന് വേണ്ടി വീഡിയോ കാണുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര ഒരു അലോസരമായിട്ട് തോന്നും, അതെനിക്കറിയാം. പക്ഷേ നമ്മളൊരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നത് വാങ്ങുന്ന ആളുകൾക്കും അതുപോലെ തന്നെ എനിക്കും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നീട് നമ്മൾ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് റീപെയിൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്നൊക്കെ അങ്ങനത്തെ കുറേ കോൾസ് എനിക്കും ഒഴിവാവുകയും ചെയ്യും. അപ്പോൾ ഏതായാലും നമ്മൾ ഉള്ളിലൊന്നും റീപെയിൻ്റ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. അതുപോലെ തന്നെ ആക്സിഡൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും ഉൾഭാഗത്തേക്കൊന്നുമില്ല. ബാറ്ററി 2025 ബാറ്ററിയാണ്. ഓയിൽ ലീക്കേജും ഇല്ല. നല്ല സ്മൂത്തായിട്ടുള്ള എൻജിൻ വർക്കിംഗ് ആണുള്ളത്. ബോണറ്റ് ഒറിജിനലുമാണ്. ഇതാണ് എൻജിൻ റൂമിൻ്റെ അവസ്ഥ. ഇനി നമുക്ക് വശങ്ങളിലേക്ക് പോയിട്ട് നോക്കാം. ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഫെൻഡറിൻ്റെ മുകളിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഈ ടയേഴ്സൊക്കെ ഓൾമോസ്റ്റ് ഒരു 70% നമുക്ക് ടയർ ലൈഫ് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഗ്ലാസ് എല്ലാം ഒറിജിനലാണ് കേട്ടോ. സൈഡത്തെ ഈ ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ്. ഈ ഡോറും ഒറിജിനലാണ്, റീപ്ലേസ്ഡ് അല്ല. ഈ ഡോറും ഒറിജിനലാണ്, ഇതും റീപ്ലേസ്ഡ് അല്ല. ഈ ടയറും ഓൾമോസ്റ്റ് ഒരു 60 to 70% ഈ ടയർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു പുറകുവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഒറിജിനൽ പെയിൻറ്റുമാണ്. അതുപോലെ തന്നെ നിലവിലൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഇതും ഒറിജിനൽ പെയിൻറ്റാണ്. സോറി, മറന്നുപോയി. സാധാരണ ഇത് 1 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പൊന്തി വരേണ്ടതാണ്. ഞാൻ മറ്റേ ഒരു ക്രിസ്റ്റയുടെ ഓർമ്മയിൽ പിടിച്ച് പൊക്കാൻ നോക്കി. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ സ്റ്റക്ക് ആയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒറിജിനൽ പെയിൻറ്റാണ്. ഈ ഏരിയയിൽ പെയിൻറ്റിൽ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഡസ്റ്റാട്ടോ, വേറെ റെസ്റ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഡിക്കൊന്നും അഴിച്ചിട്ടൊന്നുമില്ല. ഈ ഭാഗത്തൊക്കെ നീറ്റാണ്. ഉണ്ടോ, ഇവിടെ എല്ലാം പഞ്ചിങ് മാർക്കും ഉണ്ട്. ഓക്കെ, ഉള്ളിലൊന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഡൽഹിയിൽ നല്ല ചൂടാണ്. നമ്മുടെ നാട്ടിലത്തെ ചൂടൊന്നൊന്നുമല്ല, അതിനേക്കാളും അപ്പുറം ചൂടാണ് ഇവിടെ. അപ്പോൾ ചെറിയൊരു മരത്തിൻ്റെ ചുവട്ടിലിട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ചില ഏരിയയിൽ കുറച്ച് ഡാർക്ക് കളർ കൂടുതലായിരിക്കും ഈ തണലുള്ള സ്ഥലത്ത്. അപ്പോൾ ചിലപ്പോൾ വീഡിയോയ്ക്കകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ക്ലിയർ കുറവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം. 1 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആയി പോവുകയും ചെയ്യും. സ്റ്റെപ്പിനൊക്കെ നല്ല കട്ടുള്ള സ്റ്റെപ്പിനാണ്. എനിക്ക് തോന്നുന്നത് സ്റ്റെപ്പിന് ചിലപ്പോൾ ഇറക്കിയിട്ടുണ്ടാവില്ല. അതാവട്ടെ, പുതിയ സ്റ്റെപ്പിനെയാണ്. പുതിയ സ്റ്റെപ്പിനെയാണ്, അത് ഇറക്കിയിട്ടില്ല. പിന്നെ ഈ ഒരു കോർണറിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ടെയിൽ ലാമ്പിനൊന്നും യാതൊരു രീതിയിലുള്ള ക്രാക്കും ഇല്ല കേട്ടോ, സെറ്റാണ്. ഈ ഒരു സൈഡിലെ എല്ലാ ഗ്ലാസും ഒറിജിനലാണ്. അതുപോലെ തന്നെ ഈ ഡോറും ഒറിജിനലാണ്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ആ ഒരു ബ്രൗൺ കളറിലുള്ള സീറ്റ് കവറാണ് വന്നിട്ടുള്ളത്. വണ്ടി എടുക്കുക, ജസ്റ്റ് ഒരു ഇൻറ്റീരിയർ ക്ലീനിങ് ചെയ്യുക, ഒരു പോളിഷും വേണമെങ്കിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ആ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ എങ്ങനെയാണോ വാഹനത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നത് നിലവിൽ ആ ഒരു കണ്ടീഷനിൽ തന്നെ ഉണ്ട്. പിന്നെ ഈ ഒരു ഡോറും ഒറിജിനൽ ഡോറാണ്, റീപ്ലേസ്ഡ് അല്ല. ഇവിടെ ഒന്നും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു സൈഡത്തെ ഈ ഒരു ട്യൂട്ടറിൻ്റെ കവറാണ് ആ സൈഡിൽ ഞാൻ പോയെന്ന് പറഞ്ഞത് കേട്ടോ. ബാക്കിയെല്ലാം ഇൻറ്റീരിയർ വൈസ് ആണെങ്കിലും വേറെ കാര്യങ്ങളൊന്നും വേറെ എന്താ പറയുക ഒന്നും പറയേണ്ടതായിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരികയാണെന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലത്തെ ഈ സൈഡിൽ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ ഒരു റീപ്ലേസ് ഉണ്ട്, കോമൺലി ഡൽഹിയിൽ കണ്ടുവരുന്ന ആ ഒരു കാര്യം. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? യെസ്, ഈ സാധനം ടൊയോട്ടയിൽ തന്നെ റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. ഒറിജിനൽ ഗ്ലാസ്സാണ്, മീൻസ് ഒറിജിനൽ ടൊയോട്ടയുടെ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. CB 2000
21 റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കമ്പനിയിൽ തന്നെ കേട്ടോ മാറിയിട്ടുള്ളത്. ഇത് ഹിസ്റ്ററിക്കകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഇവിടെയൊക്കെ പെയിൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് യാതൊരു വർക്കോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, ബോണറ്റും മാറിയിട്ടില്ല, ഒന്നുമില്ല. ഗ്ലാസ് മാത്രം കമ്പനിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ഡൽഹിയിൽ നിന്നൊക്കെ കിട്ടുന്ന 90% വാഹനങ്ങളുടെയും ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ചുറ്റുവട്ടത്തൊന്നും യാതൊരു റീപെയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റും ഒറിജിനലാണ്, റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ആകെ ഒരു എന്താ പറയുക, ഒരു ഫോൾട്ടായിട്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യം ആ ഒരു ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെൻ്റ് ആണ്. പക്ഷേ അത് ടൊയോട്ട ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ തന്നെ റീപ്ലേസ്മെൻറ്റും ചെയ്തിട്ടുള്ളതാണ്. വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ട് റീപ്ലേസ് ചെയ്തതുമല്ല. പിന്നെ അതുപോലെ തന്നെ 1,15,330 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. പാഡൽ ഷിഫ്റ്റൊക്കെ വരുന്നുണ്ട് വാഹനത്തിന്. 4x2 ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഞാൻ സ്കാൻ ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റിപ്പോർട്ട് യാതൊരു രീതിയിലുള്ള എറർ കോഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഏതായാലും ഇതിനെ സ്കാൻ ചെയ്യുന്ന കാര്യം കൂടി, സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടും കൂടി ഏതായാലും ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഞാനിത് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എന്തെങ്കിലും ചെറിയൊരു എറർ കോഡ്സൊക്കെ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇത് ചെയ്ത സമയത്ത് ഒരു മൈനറായിട്ടുള്ള എറർ കോഡ് പോലും ഇല്ല. ഫോർച്യൂണർ 2017 നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതിനകത്തിപ്പോൾ എൻജിൻ ഓക്കെയാണ്, അതേപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ ഓക്കെയാണ്, ABS എല്ലാം ഓക്കെയാണ്. AC ഓക്കെയാണ്, എയർ ബാഗ് സിസ്റ്റം എല്ലാം ഓക്കെയാണ്, യാതൊരു എറർ കോഡും ഇല്ല. ബാക്ക് ഡോറിൻ്റെ ഓട്ടോമാറ്റിക് അതെല്ലാം ഓക്കെയാണ്. ഹെഡ് ലാമ്പ് ഓട്ടോ ലെവലിംഗ് അത് ഓക്കെയാണ്. സ്റ്റാർട്ടിംഗ് സിസ്റ്റം, നാവിഗേഷൻ സിസ്റ്റം അതെല്ലാം ഓക്കെയാണ്. ഇതിനകത്ത് 22 പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാ ഭാഗങ്ങളിലും യാതൊരു എറർ കോഡോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ലൈവ് ഡാറ്റ നോക്കുന്ന സമയത്താണെങ്കിലും യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഞാനതെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാനതിൽ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു തരുന്നതല്ല, ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെൻ്റ് ഉള്ള ഒരു വണ്ടിയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ സ്കാൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് പോലും ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചത്. നമ്മളിതിന് മുന്നേ ഒന്നും വീഡിയോയ്ക്കകത്ത് ഞാൻ സ്കാൻ ചെയ്തൊന്നും കാണിച്ചില്ല. പെയിൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നതിന് അത്രയും 100% ഒറിജിനൽ പെയിൻ്റ് ആയിട്ടുള്ള വണ്ടികൾ മാത്രമാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനം ആ ഒരു കണ്ടീഷനിൽ, ആ ഒരു ഗണത്തിൽ പെടുത്താവുന്ന വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെയിൻറ്റ് ചെക്കിങ് അതുപോലെ തന്നെ സ്കാനിങ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ നിലവിലുള്ള ഒരു കണ്ടീഷൻ. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സ്പെയർ കീ അവൈലബിൾ ആണ്. പുതിയ ഇൻഷുറൻസ് ആണ് വാഹനത്തിനുള്ളത്. അപ്പോൾ ഓവറോൾ ഒന്ന് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. 2017 മാനുഫാക്ചർഡ് 17 രജിസ്ട്രേഷനുള്ള ഫോർച്യൂണർ 4x2 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് 1,15,000 ആണ് ഓടിയിട്ടുള്ളത്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20,80,000 ആണ് കേട്ടോ. 20,80,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഡൽഹിയിലത്തെ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. വാഹനം ഡൽഹിയിലാണ് കിടക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് മുടക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു വാഹനമാണ്. അപ്പോൾ നല്ല ഫോർച്യൂണർ വൈറ്റ് കളറൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നമ്പർ ഡിസ്പ്ലേക്കകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ എന്തെങ്കിലും ഒരു മെസ്സേജ്, ഒരു ഹായ് മെസ്സേജ് ഇട്ടാൽ മതി. ഗ്രൂപ്പിൽ ലിങ്ക് ഓട്ടോമാറ്റിക്കലി വരും. അതിൽ കയറിയിട്ട് നിങ്ങൾക്കും ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ വീഡിയോ കാണിക്കുന്ന വണ്ടികളൊക്കെ സോൾഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിനകത്താണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ കുറേ ആളുകൾ വീഡിയോ ഒക്കെ നമ്മൾ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ ഒക്കെ ചെയ്ത് ചിലപ്പോൾ സോൾഡായി പോയി കാണും. പിന്നെ ആ വണ്ടിക്ക് വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിനകത്താണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഗ്രൂപ്പിൽ നിരത്തി ചറവറാ വണ്ടികളൊന്നും വരാറില്ല കേട്ടോ. അപ്പം ഞാൻ പോയി നേരിട്ട് കണ്ടിട്ട് എല്ലാം ഓക്കെ ആയിട്ടുള്ള വണ്ടികളുടെ ആഡ്സ് മാത്രമാണ് ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഏതെങ്കിലും വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏതെങ്കിലും പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ. അതിൻ്റെ